ഇപ്പോ ഒരു കമ്പനിയിലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ശരിക്കൊന്ന് എത്തി നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും? ആ അതിനൊരു വഴിയുണ്ട് കേട്ടോ. അതാണ് റേഷ്യോ അനാലിസിസ്. വരൂ, നമുക്കിതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് സംസാരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണിത്, അല്ലേ? വിലകൾ ചിലപ്പോൾ റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കും, വേറെ ചിലപ്പോൾ കല്ലുപോലെ താഴോട്ടും വരും. പക്ഷേ ഈ കാണുന്ന വിലയുടെ അപ്പുറത്ത് ആ കമ്പനിയുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതെങ്ങനെ നമ്മൾ അറിയും? ഇതാണ് ഏതൊരു ഇൻവെസ്റ്ററും ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പുറമെ കാണുന്ന ബഹളങ്ങൾക്കും വിലയുടെ കയറ്റിറക്കങ്ങൾക്കും അപ്പുറം ആ കമ്പനിയുടെ അടിത്തറ സ്ട്രോങ് ആണോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ്. നമ്മളൊക്കെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി നമ്മുടെ ആരോഗ്യം പരിശോധിക്കില്ലേ? അതുപോലെ തന്നെ നമുക്ക് കമ്പനികളുടെ ആരോഗ്യവും പരിശോധിക്കാൻ പറ്റും. അപ്പോ നമ്മൾ ഈ ഒരു വിഷയത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ അതിലെ പ്രധാനപ്പെട്ട 4 ടെസ്റ്റുകൾ ഏതാണെന്ന് നോക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചില സൂചനകൾ പരിശോധിക്കും. ആ കണക്കുകൾ എങ്ങനെ എളുപ്പത്തിൽ വായിച്ചെടുക്കാമെന്ന് പഠിക്കും. അവസാനം ഇതെല്ലാം കൂടി നിങ്ങളുടെ കയ്യിലുള്ള ഒരു പവർഫുൾ ടൂളാക്കി എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ കാണും. ശരി, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ഹെൽത്ത് ചെക്കപ്പ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഡോക്ടർ സ്റ്റെത്തസ്കോപ്പും BP മെഷീനുമൊക്കെ ഉപയോഗിക്കുന്നതുപോലെ ഒരു ഇൻവെസ്റ്ററുടെ കയ്യിലുള്ള ടൂൾസാണ് ഈ റേഷ്യോകൾ. ഇതിൽ ഓരോന്നും ആ കമ്പനിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പറഞ്ഞുതരും. ഒരു ഡോക്ടറ് നമ്മുടെ പൾസും പ്രഷറും ഷുഗറുമൊക്കെ നോക്കില്ലേ? അതുപോലെ ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം അളക്കാൻ പ്രധാനമായിട്ടും 4 ടെസ്റ്റുകളുണ്ട്. ദേ, ഇവയാണ് ആ 4 ടെസ്റ്റുകൾ. കമ്പനി ലാഭത്തിലാണോ ഓടുന്നത്? കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടോ? കടം ഒരു ഭാരമായിട്ടുണ്ടോ? പിന്നെ നമ്മൾ ആ ഓഹരിക്ക് കൊടുക്കുന്ന വില കൂടുതലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ 4 ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അതാണ് ലാഭക്ഷമത. ഒരു മനുഷ്യന് ഹൃദയമിടിപ്പ് പോലെയാണ് ഒരു കമ്പനിക്ക് ലാഭം. അതുണ്ടെങ്കിലേ ആ കമ്പനിക്ക് ജീവനുള്ളൂ. ഒരു കമ്പനി ശരിക്കും ആരോഗ്യത്തോടെ മുന്നോട്ടു പോകുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണിത്. നമുക്ക് ഈ വൈറ്റൽ സൈൻ ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. അതായത്, ഒറ്റ ചോദ്യമേ ഉള്ളൂ: ഈ കമ്പനി ശരിക്കും പണം ഉണ്ടാക്കുന്നുണ്ടോ അതോ വെറുതെ ഷോ കാണിക്കുകയാണോ? ഈ റേഷ്യോകൾ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരും. ലാഭക്ഷമത എന്ന ഹെൽത്ത് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 റീഡിങ്ങുകളാണ് ഇവ. നമുക്ക് ഓരോന്നും എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ശരി, ഇനി നമ്മൾ ഈ നമ്പറുകളിന്റെ പിന്നിലുള്ള കണക്കുകളിലേക്കൊന്ന് കടക്കാൻ പോവാണ്. അയ്യോ, കണക്കെന്നൊന്നും കേട്ട് പേടിക്കണ്ട. വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പാറ്റ് മാർജിൻ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിക്ക് കിട്ടുന്ന ഓരോ 100 രൂപയിലും എല്ലാ ചെലവുകളും ടാക്സും കൊടുത്തു കഴിഞ്ഞ് അവസാനം എത്ര രൂപ ആ കമ്പനിയുടെ പെട്ടിയിൽ വീഴുന്നുണ്ട്, അതാണ് ഈ കണക്ക് കാണിക്കുന്നത്. ഇതാണ് അതിന്റെ ഫോർമുല. ഒരു കമ്പനിയുടെ PAT മാർജിൻ എത്ര കൂടുന്നോ അത്രയും നല്ല ലാഭത്തിലോടുന്ന ഒരു അടിപൊളി സ്ഥാപനമാണെന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് EBITDA. സംഭവം പേരിലൊരു കടുപ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കമ്പനിയുടെ പ്രധാന ബിസിനസ്, അതായത് അതിന്റെ ഓപ്പറേഷൻസ് എത്രത്തോളം ശക്തമാണെന്ന് കാണിച്ചു തരുന്ന ഒരു നമ്പറാണിത്. ബാങ്കിന് കൊടുക്കുന്ന പലിശയോ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സോ അല്ലെങ്കിൽ മെഷീൻ പഴയതാവുന്നതിന്റെ കണക്കുകളോ ഒന്നും ഇതിൽ വരില്ല. പച്ചയായ ബിസിനസ്സിൽ നിന്ന് ആ കമ്പനി എത്ര പണം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഇതിൽ നോക്കുന്നുള്ളൂ. കോർ ബിസിനസിന്റെ കരുത്തളക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണിത്. ഓക്കെ, അടുത്തതാണ് ROA. ഒരു കമ്പനിയുടെ കയ്യിലുള്ള ഫാക്ടറിയും മെഷീനും പണവുമെല്ലാം വെച്ച് എത്ര എഫക്റ്റീവായിട്ടാണ് അവർ ലാഭമുണ്ടാക്കുന്നത്, അതാണ് ഈ കണക്ക് കൃത്യമായി പറയുന്നത്. വെറുതെ കുറെ ആസ്തികൾ വാരിക്കൂട്ടിയാൽ പോരല്ലോ, അത് ഉപയോഗിച്ച് പണവും ഉണ്ടാക്കുകയും വേണ്ടേ? ROA എത്ര കൂടുന്നോ അത്രയും മിടുക്കരായാണ് ആ കമ്പനി അവരുടെ കയ്യിലുള്ള ആസ്തികൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ടെസ്റ്റുകളും അതിന്റെ റീഡിങ്ങുകളും ഒക്കെ കണ്ടു അല്ലേ? ഇനി ഒരു ഇൻവെസ്റ്ററുടെ ടൂൾ കിറ്റിൽ ഇതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ നമ്പറുകളൊന്നും നമുക്ക് ഫൈനൽ ആൻസർ തരില്ല, പക്ഷേ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു താക്കോലാണിത്. എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ ലാഭം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇവരുടെ കടം കൂടിക്കൊണ്ടേയിരിക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ നമ്പറുകൾ നമ്മളെ സഹായിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ആ പഴയ ഹെൽത്ത് ചെക്കപ്പ് ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുവരാം.
ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് മാത്രം നോക്കി ഒരു ഡോക്ടർ നിങ്ങളോട് പറയോ ചികിത്സ തുടങ്ങാമെന്ന്? ഇല്ലല്ലേ? കൊളസ്ട്രോൾ നോക്കണം, ഷുഗർ നോക്കണം, പ്രഷർ നോക്കണം, ഇതെല്ലാം കൂടി ഒരുമിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ കാര്യവും. ഒരൊറ്റ റേഷ്യോ വെച്ച് ഒരു തീരുമാനവും എടുക്കരുത്. എല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് വേണം കമ്പനിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വിലയിരുത്താൻ. അപ്പോൾ ഒരു കമ്പനിയുടെ ഹെൽത്ത് റിപ്പോർട്ട് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ പഠിച്ചു. അപ്പോ പറയൂ, ഏത് കമ്പനിയുടെ ഹെൽത്ത് റിപ്പോർട്ടാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അന്വേഷണം ഇപ്പോൾ തുടങ്ങട്ടെ.